ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഇന്ന് മെയ് മാസം 24-ാം തീയതി ശനിയാഴ്ച വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 18 മുതൽ 21 വരെ. ക്രിസ്തുനാഥൻ പറയുകയാണ്, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന്. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിനെതിരായും അവിടുത്തെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നവരെയാണ്. ലോകം നിങ്ങളെ ദ്വേഷിക്കും എന്നാണ് പറയുക. എങ്ങനെയാണ് ലോകം നമ്മെ ദ്വേഷിക്കുന്നത്? നമ്മൾ ലോകത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും ചട്ടങ്ങൾക്കും വഴങ്ങാതെ നിൽക്കുമ്പോൾ ലോകം നമ്മെ ദ്വേഷിക്കാം. ഉദാഹരണത്തിന്, ലോകസുഖങ്ങൾ മാത്രം തിരയുന്ന ചിലരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ അവർ നമ്മളെ അവരുടെ സന്തോഷം നശിപ്പിക്കുന്നവർ, ഈ ലോകത്തിന് അന്യർ എന്നിങ്ങനെ പല ആവർത്തി നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ പറയാം. പക്ഷേ ഈ ലോകം നമ്മെ ദ്വേഷിക്കുന്നുവെങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തിനായി അത് ഭയക്കേണ്ടതില്ല. ലോകം നമുക്ക് എന്താണ് നൽകുന്നത്? ലോകം നമ്മളെ സന്തോഷം, ധനം, പാപം, രോഗം എന്നിവയിലേക്ക് നയിക്കുന്നു. അവസാനത്തിൽ ഏറ്റവും ഒടുവിൽ മരണത്തിലേക്കും. മരണത്തിൻ്റെയോ അസുഖത്തിൻ്റെയോ സമയത്ത് ലോകം നമ്മെക്കുറിച്ച് അല്പം പോലും പ്രാധാന്യമുള്ളതാക്കുന്നില്ല. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ വിശ്വാസവും യേശുവിനോടുള്ള സ്നേഹവുമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം നഷ്ടമായാൽ, നാം യേശുവിനെ സ്നേഹിക്കാതെ പാപജീവിതം തുടരുകയാണെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ അവിടുത്തെ ബോധപൂർണമായ സംഭാഷണമാണ്. അതിലൂടെ നമുക്ക് യേശുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളടക്കം വായിച്ചെടുക്കുവാൻ സാധിക്കും. ലോകത്തെ അനുസരിക്കാത്ത ഒരു മനസ്സ്. നമ്മുടെ മനസ്സുകൾ ലോകത്തെ അനുസരിക്കാതെ ക്രിസ്തുവിൽ മാത്രം ശരണം വയ്ക്കുന്നതാകട്ടെ. ലോകത്തിൻ്റെ നിരീക്ഷണങ്ങൾക്ക് എതിരായതാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ പലർക്കും സ്വീകരിക്കാനാവാത്തത് ആകുന്നു. കാരണം നമ്മൾ ഈ ലോകത്തെ യേശുവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും അപകടകരമായത്. നമ്മളെല്ലാവരും ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാകയാൽ ഈ ലോകത്തിൻ്റെ നിസാരതകളെ പിന്തുടരുവാനുള്ള തിരഞ്ഞെടുപ്പ് നമുക്കില്ല. ക്രിസ്തു തിരഞ്ഞെടുത്തത് അവൻ സ്നേഹിക്കുന്നവരെയാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 വാക്യങ്ങൾ. ലോകസുഖങ്ങളിൽ നാം ശ്രദ്ധ പതിപ്പിച്ചാൽ ഓർക്കുക, കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകസുഖങ്ങളിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ, നമ്മുടെ ചെറിയ പദ്ധതികളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓർക്കുക, ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികൾ ഉണ്ട് എന്ന്. മനുഷ്യരായ നമുക്ക് തിരഞ്ഞെടുപ്പുകളില്ല. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് തന്റേതാക്കിയിരിക്കുന്നു. ആമേൻ.